നമസ്കാരം. എല്ലാവർക്കും ഹൈ ലേണിംഗ് സാത്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. +1 സ്റ്റുഡൻസിന്റെ പാർട്ട് 1 കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 1 ക്ലാസ് 11 +1 ഓക്കെ. അപ്പം നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൽ മെയിൻ ആയിട്ട് യൂണിറ്റ് 1 ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, Unit 2, Data Representation and Boolean Algebra. Unit 3, Components of the Computer System. Unit 4, Principles of Programming and Problem Solving. Unit 5, Introduction to C++ Programming. Unit 6, Data Types and Operators. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 ബുക്കിൽ ഉള്ളത്. +1ന്റെ പാർട്ട് 1 ബുക്കിൽ ഉള്ളത്. അപ്പം നമ്മൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് എല്ലാം അറിയാം കമ്പ്യൂട്ടേഴ്സിന്റെ ഗുണം എത്രത്തോളം ഈ ഒരു യുഗത്തിലുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ കീ കൺസെപ്റ്റ്സിൽ കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ, കൗണ്ടിംഗ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദ പൊസിഷണൽ നമ്പർ സിസ്റ്റം, എവല്യൂഷൻ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് മെഷീൻ, പിന്നെ generations of computers ആണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഇവാലുവേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്. ഇത്രയും കാര്യങ്ങളാണ് കീ കൺസെപ്റ്റ്സിൽ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനു മുന്നേ കമ്പ്യൂട്ടിംഗ്, നമ്മൾ മനുഷ്യന്മാര് ഈ ഭൂമിയിൽ ജന്മെടുത്ത സമയത്ത് തന്നെ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്തത്? കല്ലുകൾ വെച്ച്, സ്റ്റോൺസ് എടുത്ത് നമ്മൾ കൗണ്ട് ചെയ്തു അല്ലെ? പണ്ട് കാലങ്ങളിൽ നമ്മൾ ആരും സ്കൂളിൽ പോവാത്ത കാലങ്ങളിൽ നമ്മൾ കല്ലുകൾ എണ്ണി വെച്ചിട്ടായിരുന്നു നമ്മൾ കൗണ്ട് ചെയ്തിരുന്നത്, ഓരോന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കൈ വിരലുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ കൗണ്ടിങ് തുടങ്ങിയത്. ഡിസിപ്ലിൻ ഓഫ് computing. Computers now play a major role in almost every aspect of life and influence our lives in one way or the other. നമ്മൾക്കറിയാം ഇന്നത്തെ ഈ യുഗത്തില് കമ്പ്യൂട്ടേഴ്സ് എല്ലാ സ്ഥലത്തും അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെ? ഇന്റർനെറ്റ് വന്നതോടുകൂടി അതിന്റെ ഉപയോഗം പറഞ്ഞാൽ തീരാത്തത്രയാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരൊരു ഭാഗത്ത്, മോശ രീതിയിൽ ഉപയോഗിക്കുന്നവർ വേറൊരു ഭാഗത്ത്, അങ്ങനെയുണ്ട് അല്ലെ? Today, almost everyone is a computer user and many are computer programmers. ഇന്ന് കുറെ ആളുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ആണ്, കുറെ ആളുകൾ കമ്പ്യൂട്ടർ യൂസർ ആണ്. കമ്പ്യൂട്ടർ യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ, അതിനെയാണ് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ യൂസർ. എന്നാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് എന്താണ്? പ്രോഗ്രാം ചെയ്ത് സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. ഗെറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ഡു വാട്ട് യു വാണ്ട് ദം ടു ഡു requires intensive hands-on experience, but computer science can be seen on a higher level as a science of problem solving. Computer scientists must be able to analyze problems and design solutions for real-world problems. Computer science discipline covers a wide range of topics from theoretical aspects like design of algorithms to more practical aspects like application development and its implementation. അതായത് ഇന്ന് നമ്മളുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം വളരെ പല രീതിയിലാണ്. അപ്പം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ, ഫുള്ളി ലോജിക്കാണ് അല്ലെ? ഇപ്പം നമുക്ക് ആപ്പുകൾ ഡിസൈൻ ചെയ്യുക, വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യുക, അതേപോലെ പല പല കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായം കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനു മുന്നേ അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം, പഠിക്കണം. ആ പഠിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അതൊരു ആപ്പ് ആയാലും ശരി എന്തായാലും ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? The computer science discipline covers a wide range of topics from theoretical aspects like design of algorithms to more practical aspects like application development and its implementation. Discipline of computer science involves a systematic study of algorithmic process, their theory, analysis, design, efficiency, implementation and application that describe and transform information. ഇവിടെ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. എന്താണ് ആ എക്സാമ്പിൾ? നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എന്താ പറയാ, ചെറിയൊരു കാര്യം, ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ആപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക അല്ലെ? ഇംഗ്ലീഷ് ഗ്രാമർ മാത്രമുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മളുടെ പർപ്പസ് എന്താണ്?
നമുക്കൊരു ആപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പർപ്പസ് അല്ലെ. അത് ആ ആപ്പിന്റെ ഉപയോഗം എന്താണ്? അത് ഇംഗ്ലീഷ് ഗ്രാമർ മാത്രമായിട്ടുള്ള ഒരു ആപ്പാണ് എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ അതിന്റെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് എൻ്റെ ആപ്പ് എങ്ങനെ വേണമെന്ന് ഞാൻ ഡിസൈൻ ചെയ്യണം. അതിന് എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിക്കണം. ദ ഡിസ്ക്രൈബ് ആൻഡ് ട്രാൻസ്ഫോം ഇൻഫോർമേഷൻ, അത് മറ്റുള്ളവർക്ക് അത് ഉപയോഗമായിട്ട് മാറും വേണം, ഒരു ഇൻഫോർമേഷൻ അല്ലെ. ദ കൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഹാസ് ഇവോൾവ് ഫ്രം ദ അബാക്കസ് ടു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഓഫ് ടുഡേ. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞു അബാക്കസ് നമ്മൾ കൈ വിരലുകൾ ഉപയോഗിച്ചായിരുന്നു കൗണ്ട് ചെയ്തിരുന്നത്, കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു കൗണ്ട് ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എന്നാൽ നമ്മൾ നമ്മളെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു സ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലെ. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പം സ്ലേറ്റിന്റെ ജസ്റ്റ് സൈഡിലായിട്ട് കുറെ ഒരു ബീഡ്സ് അല്ലെങ്കിൽ മുത്തുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലേറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ബീഡ്സ് അറ്റാച്ച്, അപ്പൊ ബീഡ്സ് ഒന്ന് നീക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് 1. ബീഡ്സ് രണ്ടെണ്ണം നീക്കുമ്പോൾ കൗണ്ട് 2. അങ്ങനെ അതിനെയാണ് നമ്മൾ അബാക്കസ് എന്ന് പറയുന്നത്. ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, സയന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. എവിടുന്ന്? ഒരു അബാക്കസ് നിന്നുകൊണ്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. ദിസ് ചാപ്റ്റർ ഡിസ്കസസ് ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് and provides an overview of the different generations of computers. പല പല ജനറേഷനിലൂടെ കടന്നു പോകുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റഡി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ. The evolution of programming languages and the contributions of Alan Turing to computer science are also discussed. Alan Turing എന്ന് പറയുന്ന സയന്റിസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് നമുക്ക് തന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ. In ancient times, people used stones for counting. ഞാൻ പറഞ്ഞല്ലോ കല്ലുകളാണ് ഉപയോഗിച്ചത്, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുകളായിരുന്നു ഉപയോഗിച്ചത്. They made scratches on walls. വാളിൽ ഓരോന്ന് മാർക്ക് ചെയ്ത് വെച്ചു. Or tied knots in ropes. ചിലവര് ഓരോ റോപ്പിലൊക്കെ കെട്ടിവെക്കും. എത്ര 2 പ്രാവശ്യം കെട്ടിയ 2 എന്നുള്ളത്. To record information, ഓരോ കാര്യങ്ങൾ ശേഖരിച്ച് വെക്കാനായിട്ട്. Progressively, many attempts had been made to replace these manual computing techniques with faster computing machines. In this section, we will have a look at the ancient methods of counting and the evolution of the positional number system. Counting and the evolution of positional number system. Idea of number and the process of counting goes back far before history began to be recorded. It is believed that even the earliest humans had some sense of more or less. As human beings differentiated into tribes and groups, it became necessary to be able to know number of members in the group and in the enemy's camp. And it was information for them to know if the flock of sheep or other animals was increasing or decreasing in size. എന്ത് കാര്യം നോട്ട് ചെയ്യാൻ, ഇപ്പോൾ ഷീപ്പിന്റെ കാര്യമായാലും ശരി, ഏതെങ്കിലും മൃഗങ്ങളുടെ ആയാലും ശരി, എന്തെങ്കിലും ഒന്ന് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോട്ട് ചെയ്ത് വെക്കും, ഒരു മാർക്ക് ചെയ്ത് വെക്കും. ഇൻ ഓർഡർ ടു കൗണ്ട് ഐറ്റംസ് സച്ച് ആസ് ആനിമൽസ്, സ്റ്റിക്സ് were used and each stick representing one animal or object. ഓക്കെ, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് മാർക്ക് ഒരു ഇത് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നു. ലെറ്റ് us now see how the number system evolved. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാ നമ്പർ സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ദ സിസ്റ്റം ദാറ്റ് we use every day is a product of thousands of years of progress and development. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനമായാലും, മൈക്രോവേവ് അവൺ ആയാലും ശരി, വാഷിംഗ് മെഷീൻ ആയാലും ശരി, അത് മനസ്സിലാക്കേണ്ട കാര്യം അതിന് മുമ്പ് കുറേ കാര്യങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുരോഗതിയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പണ്ട് കാലങ്ങളിൽ നമ്മൾ റേഡിയോ ഉപയോഗിച്ചു, എന്നാൽ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അകത്ത് എല്ലാവരും പാട്ട് കേട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം പണ്ട് കാലങ്ങളിൽ ഓരോരോ ഡെവലപ്മെന്റിലൂടെ കടന്നു വന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത്. It represents contributions of many civilizations and cultures. The number system is a method in which we represent numbers. The chronological development of the number system throughout the history is discussed below. To begin with, let us
you see the Egyptian number system that emerged around 3000 BC. It is used 10 as a radix base. അല്ലേ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചു നമ്മൾ കുട്ടിക്കാലം മുതലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് 1 2 3 4 5 1 2 3 ഒക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് ശരിക്കും എന്താ അത് ആക്ച്വലി ദേ ആർ സം ഡിസൈൻസ് ക്രിയേറ്റഡ് ബൈ സംബഡി എൽസ് വി ഡോണ്ട് നോ ദേ ഹാഡ് യുണീക് സിമ്പിൾസ് ഫോർ 1 to 9 അല്ലെ 1 തൊട്ടിട്ട് 9 വരെ പല പല സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്തത് അതിനുശേഷം 1 0 അതായത് 0 1 2 3 4 5 6 7 8 9 ഇതൊക്കെ പല പല ഡിസൈൻസ് ആണ് ഈ ഡിസൈൻസ് ഉപയോഗിച്ചിട്ട് 1 0 ഉപയോഗിച്ച് എന്തായി 10 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എന്തായി 11 ആയി അങ്ങനെ അങ്ങനെ 10 to 90 100 to 900 and 1000 to 9000 അങ്ങനെ അങ്ങനെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തു ദേ ആർ ആക്ച്വലി ദ സിമ്പിൾസ് എന്നും പറയാം As the Egyptians write from right to left, largest power of 10 appears to right of the other numerals. Later on, അതായത് 1 എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ 0 ഇട്ടാൽ എന്തായി കുറച്ചും കൂടെ ഹൈ വാല്യൂ ആയി എന്നാൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ 0 ഇടുന്നതെങ്കിലോ അതിന്റെ വാല്യൂ കുറഞ്ഞു Later on, the era of Sumerian Babylonian number system began. It is used 60 as its number base, known as the sexagesimal system. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ് 10 ആണ് അല്ലെ പക്ഷേ സെക്സാജെസിമൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ നമ്പർ സിസ്റ്റം ബാബിലോണിയൻ നമ്പർ സിസ്റ്റം ആണ് സുമേറിയൻ കാലങ്ങളിൽ എറ ഓഫ് സുമേറിയൻ കാലങ്ങൾ ഉപയോഗിച്ചത് അതിന് 60 ആയിരുന്നു നമ്പറിന്റെ ബേസ് ന്യൂമറൽസ് were written from left to right. It was the largest base that people ever used in number system. They did not use any symbol for 0, but they used the idea of 0. സീറോന് സിമ്പിൾസ് ഒന്നും ഉപയോഗിച്ചില്ല പക്ഷെ അവര് ideas of 0 കൊണ്ടുവന്നു when they wanted to express 0 they just left a blank space within the number they were writing. The Chinese number system emerged around in 2500 BC. It was the simplest and the most efficient number system. അല്ലെ ആ ഒരു കാലങ്ങളിൽ അതായത് ഏറ്റവും simplest and the most efficient number system. Chinese had numbers from 1 to 9. It had the base 10. Very similar to the one we use today. They use small bamboo rods to represent the number 1 to 9. Approximately in 500 BC, the Greek number known as Ionian number system evolved. It was a decimal number system and the Greeks also did not have any symbol for 0. Greeksinaണെങ്കിൽ എന്താണ് 0 ന് symbols ഉണ്ടായിരുന്നില്ല okay okay പിന്നെ വന്നാണ് the Romans started using mathematics for more practical purposes such as in the construction of roads bridges etc. They use 7 letters അവരെന്താണ് 7 letters ആണ് അവർ ഉപയോഗിച്ചത് കണ്ടോ ഈ ഒരു സിമ്പിൾസ് കണ്ടോ നമ്മൾ എന്താ പറയാ 1 5 10 LCD അതൊക്കെ ഓരോരോ സിമ്പിൾസ് ആണ് അല്ലെ ഓഫ് ദ ആൽഫബറ്റ് ഫോർ റെപ്രസെന്റിംഗ് നമ്പേഴ്സ് ദ മായൻസ് ആൻഡ് നമ്പർ സിസ്റ്റം വിത്ത് ബേസ് 20 മായൻസ് ഉപയോഗിച്ച നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ് 20 ആണ് there is a simple logic behind this base 20 it is sum of the number of fingers and toes പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചു കാൽവിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തിരുന്നത് This number system could produce very accurate astronomical observations and make measurements with greater accuracy. Astronomical observations വരെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മയൻസ് നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് പിന്നെ വന്ന നമ്പർ സിസ്റ്റം ആണ് the Hindu Arabic numeral system actually originated in India around 1500 years ago. It was a positional decimal number system. ഓരോ നമ്പർ അല്ലെങ്കിൽ ഓരോ സിമ്പിൾ അല്ലെങ്കിൽ ഓരോ ഡിസൈൻ ഒരു സ്ഥലത്ത് വെച്ചാൽ എന്താണ് അതിന്റെ വാല്യൂ എന്നുള്ള കൂടെ കാൽക്കുലേറ്റ് ഉള്ള ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു പൊസിഷണൽ ഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹാഡ് എ സിമ്പിൾ ഫോർ 0 അതിന് 0 എന്നൊരു സിമ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു ദിസ് ഇൻവെൻഷൻ ക്യാൻ ഇൻഡീഡ് ബി termed as one of the India's greatest contributions to the world. Later on,
Many of the countries adopted this number system. Now let us discuss the evolution of computing machines. അതിനു മുന്നേ evolutions of computer machines നമ്മൾ പിന്നെ കടക്കും അല്ലെ. അതിനു മുൻപ് എനിക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ച ഏത് നമ്പർ സിസ്റ്റം ആണ്? ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ്, 1, 10, 100, 1000, 10,000, ലാക്ക് അങ്ങനെ പറഞ്ഞു പോയത്. അതുകൊണ്ട് എന്താണ്, ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴും അതിന് ഓരോ വാല്യൂ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ആണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. അതില് ആദ്യം എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടിംഗ് മെഷീൻ വന്നത്, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 300 BC to 1450 AD, human beings started communicating and sharing information with the aid of simple drawings and later through writings. അപ്പൊ അതിനു മുന്നേ ശരിക്കും എങ്ങനെയാ നളദമയന്തികളുടെ കഥകളില് സ്വാൻ ആയിരുന്നു അവരുടെ സന്ദേശം എത്തിച്ചേരുന്നത് അല്ലെ. അതിനു മുന്നേ ആദ്യകാലങ്ങളിൽ, അപ്പൊ ഇന്നത്തെ ഇന്റർനെറ്റ് ആണ് ശരിക്കും അതൊക്കെ അല്ലെ. പണ്ട് കാലങ്ങളിലെ ഇന്റർനെറ്റ് ആണത്. അപ്പൊ അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താ, സിമ്പിൾ ഡ്രോയിങ്സും ലേറ്റർ റൈറ്റിംഗ്സും വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ഓഫ് നമ്പേഴ്സ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് അബാക്കസ്. നമ്പർ എന്ന് കണ്ടുപിടിച്ചോ അന്നാണ് എന്ത് കണ്ടുപിടിച്ചത്? അബാക്കസ്. ദ ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീൻ, ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് മെഷീൻ. എന്തിനു തുല്യാണത്? സ്ലേറ്റ് ഉപയോഗിച്ചില്ലേ നമ്മള്? സ്ലേറ്റിന്റെ റൈറ്റ് സൈഡിൽ കുറെ ബീഡ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന് തുല്യാണ്. കണ്ടോ, ചിത്രത്തിൽ കണ്ടോ ഈ ഒരു ബീഡ്സ് കണ്ടോ? ഇവിടെ ഉണ്ട് 2 ബീഡ്, ഇവിടെ ഒരു. പക്ഷെ ആക്ച്വലി ഈ 2 ബീഡിന് മോർ പവർ, മോർ വാല്യൂ. ഇതിനെന്താ, ഈ 5 ബീഡ്സ് ഓരോന്നിനും ശരിക്കും ഒരു വാല്യൂ ആണല്ലോ, ഒന്നേ ഉള്ളൂ. 2 ആണെന്നാ തോന്നുന്നത് എൻ്റെ ഒരു ഓർമ്മയില്. നമുക്ക് നോക്കാം. അബാക്കസ് വാസ് ഡിസ്കവേർഡ് ബൈ ദ Mesopotamians around 3000 BC. The word abacus means calculating board. An abacus consists of beads on mobile rods divided into 2 parts. കണ്ടോ, 2 ഭാഗമായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Abacus may be considered the first computer for basic arithmetical calculations. ആദ്യത്തെ കമ്പ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. An abacus is shown in figure 1.1. The abacus is also called a counting frame, a calculating tool for performing arithmetic operations. Arithmetic operations perform ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. The Chinese improved abacus as a framing holding vertical wires with 7 beads on each wire. കണ്ടോ, ഒരു വയറിന്റെ മേൽ തന്നെ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 5ഉം ഇവിടെ 2ഉം അല്ലെ. അങ്ങനെ ഒരൊറ്റ റോഡിന്റെ മേലെ 7 ബീഡ്സ് ആണ് ഉള്ളത്. A horizontal divider separates the top 2 beads from the bottom 5. താഴെ 5ഉം മേലെ 2ഉം ആണുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. Addition, multiplication numbers was done using the place value of digits and position of beads in an abacus. ഓരോന്ന് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചൊക്കെ ഒരു വാല്യൂ ഉണ്ട്. Abacus works on the basis of the place value system, reading it almost like reading a written numeral. Each of the 5 beads below the bar has a value of 1. കണ്ടോ, ഈ താഴെ എന്താണ്? ഒരു വാല്യൂ. Each of the 2 beads above the bar has a value of 5. കണ്ടോ, ഇതിന് ഓരോന്നിനും 5. ഞാൻ 2 എന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ 2 ശരിക്കും തെറ്റാണ്. ഈ മേലുള്ള ഒരു ബീഡിന് എന്താ വാല്യൂ? 5. മേലെ 5 5 എത്രയാണ്? 10. അപ്പൊ മേലുള്ള ഈ 2 ബീഡിന്റെ വാല്യൂ 10. ഓക്കെ, ഇവിടെ താഴെയുള്ള ഈ 5 ഓരോന്നിനും ഓരോന്നാ. അപ്പൊ എത്രയാ? 5 ആണ് വാല്യൂ വരിക. ക്ലിയർ? The beads which are pushed against the bar represent the number on the abacus given like this. Abacus is used even today by children to learn counting. ഈ കാലങ്ങളിലും ചെറിയ മക്കൾ ജനിച്ച ഉടനെ ഉള്ള ഈ മക്കൾക്ക് പഠിക്കാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു counting device ആണ് abacus. A skilled abacus operation can be as fast as a handheld calculator. നല്ലൊരു കാൽക്കുലേറ്റർ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇത്രയും നല്ല സ്പീഡായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഷോസ് അഡീഷൻ ഓഫ് 2 single digit numbers as added. For example, കണ്ടോ ഇവിടെ നാപ്പിയർ സ്പൂൺസ്. അടുത്ത എന്താണ്? നാപ്പിയർ സ്പൂൺസ് ആണ്. അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Hope you have enjoyed learning. Thank you.